ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സ്. ഇപ്പോൾ ജെയ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഇപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു, 2-3 ഷോട്ട്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒന്ന് പ്രോബബ്ലി ഞാൻ ചെറിയൊരു ജസ്റ്റ് 2-3 ഷോട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻ പ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ്. കഥ കേട്ടു, കഥ മനോഹരമായി അമൽ പറഞ്ഞു, അതിലും മനോഹരമായൊരു മേക്കിംഗ് ആയിരുന്നു. സോ ഒറ്റവാക്കി പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലവരും ജെയ്സിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് മായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയ്സിനെ കുറിച്ച്, ജെയ്സിൻ്റെ പാസ്റ്റ് ഇവർക്ക് അറിയോ? കുറച്ച് അറിയോ? അല്ലേ? അറിയില്ല, പറയണോ? വേണ്ട ഓ എന്ത് വേണമെങ്കിലും പറയാം. മറ്റേ ബോംബെ അധോലോക കേസ് കണ്ടു, ബാക്കിയൊക്കെ പറഞ്ഞു. അല്ല, ജെയ്സിനെ ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. വളരെ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ്. അതിനിടയിലാണ് ജെയ്സിന് സിനിമാ മോഹം ഉള്ളിൽ കയറി വരുന്നത്. ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്ത് സിനിമാ മോഹത്തിൻ്റെ പിന്നിൽ, സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ്. ആരും ചെയ്യാത്തൊരു കാര്യമാണത്. സോ അത് എത്രയോ വർഷങ്ങളായി പല പടങ്ങളിലും അഭിനയിച്ചു. ജെയ്സിൻ്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും ഞങ്ങൾ വി ആർ വെരി ഹാപ്പി ഫോർ ജെയ്സ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൻഡ് നൗ ദാറ്റ് ഒരു പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ലീഡായിട്ടുള്ള ഗുമസ്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ പല ഫ്രണ്ട്സിനും വി വെർ ഏബിൾ ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ജെയ്സിൻ്റെ ഇപ്പോൾ ഞങ്ങൾ 2018 ജെയ്സ് പെർഫോം ചെയ്യുമ്പോൾ പടത്തിൻ്റെ അവസാനം ഞങ്ങളുടെ സീനിലാണ് തീരുന്നത്. അപ്പോൾ ജെയ്സിൻ്റെ ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായി ഞങ്ങൾ പലവരും ഞങ്ങൾ വളരെ സന്തോഷം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. സോ ഗുമസ്തൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ആൻഡ് മീഡിയയുടെ സപ്പോർട്ടും ഐ ക്യാൻ സീ ദാറ്റ്. സോ എന്തായാലും വെരി ഹാപ്പി ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത്, വളരെ സന്തോഷം. ആൻഡ് ഇതിൻ്റെ ഓരോ ആക്ടേഴ്സും ഇതിൽ ലൈക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പം നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പല പടങ്ങളുടെയും പ്രസ് മീറ്റിൻ്റെയൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ലൈവ് പോകുന്നതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടേ ഉള്ളൂ. ഇത്രയും ക്യാമറ കഴിയുമ്പോൾ കുറേ ഗണ്ണൊക്കെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ഫീലായിട്ടിരിക്കുക. നല്ല ടെൻഷനുണ്ട്, അതിലുപരി നല്ല സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പടം ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. കുറേ പടങ്ങളുണ്ടായിരുന്നു. അതായത് ഓൾറെഡി കിഷ്കിന്ദകാണ്ഡവും ARM ഒക്കെ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും നല്ല കളക്ഷൻ ആ പടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8 സിനിമകളാണ്, 8 സിനിമയാണ് റിലീസായത്. അതെ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു സംരംഭം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമ റിലീസായപ്പോൾ അത് എങ്ങനെ എടുക്കും പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ പടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്നൊക്കെ ഒരു ടെൻഷനും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ട പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകളും കുറേ ഫോൺ കോൾസും ഇതെല്ലാം വരുന്നുണ്ട്. പടത്തെപ്പറ്റി പറയുകയും അപ്രീസിയേഷൻസ് കുറേ വരുന്നുണ്ട്. കുറേ എനിക്കുൾപ്പെടെ നമ്മുടെ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇത് ഇത്രയും ലെവലിലേക്ക് ആൾക്കാർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇത്രയും അഭിപ്രായങ്ങൾ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു മോശം സിനിമയാവത്തില്ല, ഒരു തരക്കേടില്ലാത്തൊരു സിനിമയാവും, ഒരു മിനിമം ഗ്യാരണ്ടി സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ കൊണ്ടുപോയപ്പോൾ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പ് ഇതെല്ലാവരും നമ്മുടെ ലൊക്കേഷനിലാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ അന്ന് തൊട്ടേ നമ്മൾ തുടങ്ങിയത്. അന്ന് തുടങ്ങി അതേ എല്ലാവരും ഇപ്പോൾ അവസാനം പടം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പോൾ ഐക്യത്തോടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക, ഈ നമ്മൾ പ്രതീക്ഷിക്കപ്പുറത്തേക്ക് പടം വിജയിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് ഡെവലപ്മെന്റ്സ് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ കുറേ സന്തോഷ വാർത്തകൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതിപ്പോൾ വഴി ഇപ്പോൾ നമ്മളിപ്പോൾ അത് പിന്നെ തീർച്ചയായും 100%. അല്ല 100%. കാര്യം വെച്ചാൽ നമ്മൾ ഈ സിനിമ ആക്ച്വലി ഇപ്പോൾ ജയ്സേട്ടനെ എനിക്ക് നേരത്തെ പരിചയം. ജയ്സേട്ടൻ ഒരു ഇൻഡിവിജ്വൽ സുഹൃത്താണ്. അപ്പം പുള്ളിയാണ് ആക്ച്വലി ഈ സബ്ജക്റ്റ് ആദ്യം കേൾക്കുന്നത്. നമ്മുടെ റിയാസാണ് സ്ക്രിപ്റ്റ്. റിയാസാണ് ആക്ച്വലി ജയ്സേട്ടൻ്റെ ഈ കഥ എന്ന് പറയുന്നത്. ജയ്സേട്ടൻ കഥ കേട്ടിട്ട് എന്നെ വിളിക്കുകയുണ്ട്. അപ്പോൾ അമലൊരു കഥ കേട്ടിട്ടുണ്ട്, നല്ല കഥയാണ്,
ഒന്ന് കേട്ട് നോക്കാം, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ആരും ഇല്ലായിരുന്നു. നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ഒരു ഗട്ട് ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് ഇരുന്ന് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, വർക്കൗട്ട് ആകുന്ന ഞങ്ങൾക്കൊരു പ്രതീക്ഷ തോന്നി. അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ പല ആൾക്കാരെ നമ്മൾ സമീപിച്ചു, പല ആൾക്കാരെ നമ്മൾ സംസാരിച്ചു, പലരോടും നമ്മൾ ഈ പ്രൊജക്റ്റ് പിച്ച് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് വാല്യൂ ഒരു ആർട്ടിസ്റ്റ് വേണം, ഒരു ഹീറോ വേണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഭയങ്കര ലെവലിലേക്ക് കാസ്റ്റിംഗ് ഒക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആ കഥ കേട്ടപ്പോഴും റൈറ്റർ റിയാസിൻ്റെ മനസ്സിലാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ജയിച്ചായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കുറേ ട്രൈ ചെയ്തു. അങ്ങനെ എന്തോ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് അവസാനം വീണിട്ടൊരു മുത്താണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദുള്ള പുള്ളി. ഇദ്ദേഹം മലപ്പുറംകാരനാണ്, ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്നത് ഒരു ഫോറസ്റ്റിൽ ഇരുന്ന കഥ പറയുന്നത്, അല്ല അതുപോയി മലപ്പുറത്തൊരു ഫോറസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡിൽ കാട്ടിരുന്ന കഥ പറയുന്നത്. അത് അപ്പോൾ അന്ന് മുതൽ പുള്ളി കഥ കേട്ട ഉടനെ ഇത് ചെയ്യാമെന്ന് പറയുകയും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി. അപ്പം അന്ന് മുതൽ പുള്ളി തരുന്ന സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി, അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പുള്ളി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുള്ളി നമുക്ക് കട്ട സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം വരെ ഇപ്പോഴാണേലും എന്താ പറയുന്നത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എന്ത് കാര്യം പറഞ്ഞാലും അതെ പ്രൊമോഷൻ എന്ത് കാര്യമായാലും പുള്ളി കൃത്യമായിട്ട് പുള്ളി നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു പടം കഴിഞ്ഞിട്ടും നമ്മളിവിടെ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കട്ട സപ്പോർട്ട് ഒരു പ്രൊഡ്യൂസർ നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മാത്രമല്ല ഒരു സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലൊക്കേഷനാണെങ്കിൽ പോലും ഷൂട്ടിനാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ ഒരു ലെൻസ് വേണം, അല്ലെങ്കിൽ ഇന്നൊരു സാധനം വേണം, ലൊക്കേഷൻ നമുക്ക് ആ ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടി തയ്യാറായ, അതിപ്പോൾ എത്ര പൈസയിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗുമസ്തൻ ഇത്രയും ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു പ്രതീക്ഷ പോലെ നമുക്ക് ചെയ്ത് ചെറിയ പടമാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് എത്തിക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അബ്ദുമായിട്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ ഈ പണം തുടങ്ങി ഇതിൻ്റെ പൂജയുടെ ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു മുമ്പിൽ വരണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ ഇപ്പോൾ പിന്നിലാണ്, എനിക്ക് ഉറപ്പുള്ളൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ വരുന്നതാണ് പറഞ്ഞു. അത് ഞങ്ങളുടെ പ്രൊമോഷൻ ഇത്രയും ചാനലുകൾ വന്ന് നമ്മൾ പ്രൊമോഷൻ നടത്തി, നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല. അദ്ദേഹം ഇതിനകത്തൊരു നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല. അങ്ങനെ പുള്ളി ആദ്യമായി ഇന്ന് മീഡിയയോട് സംസാരിക്കുന്ന ദിവസമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തൻ എന്നൊരു സിനിമ ശരിക്ക് ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കൂട്ടത്തോടെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും പാടെ ഒരു എന്തായിക്കോട്ടെ, എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഗുമസ്തൻ എന്നൊരു സിനിമ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. കൗണ്ടർ അടിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പടത്തിൻ്റെ റൈറ്റർ. അപ്പോൾ ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പോൾ ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ജയ്സേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ചാരുകസേരയുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ ചെന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തി, അമല് പറഞ്ഞു ഞങ്ങൾ ജയ്സേട്ടനെ കണ്ടു. അത് അങ്ങനെയല്ല, ഞാൻ ചെന്നു ഈ കഥ പറയുമ്പോൾ ഇതിനകത്തെ ഷാജുവേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത്. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതിൽ ഞാൻ ആ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഗുമസ്തനാക്കുമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെ അത് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടനെ വെച്ച് ആര് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം എടുത്തെന്ന് തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം. അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി. അമല് പറഞ്ഞു ജയ്സേട്ടൻ ഒക്കെയാണ്, കുഴപ്പമില്ല, അപ്പോൾ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നമെന്ന് പറഞ്ഞു. അതിലും ജയ്സേട്ടൻ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് PR വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈറ്റിൽ ജെയ്സൺ ജോസിന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ജയ്സേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബ് ചെയ്തിട്ടില്ലേ, സുനി ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ്. കാരണം അമലൊരു റൈറ്റർ ആയതുകൊണ്ട്
എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിലുണ്ടായിരുന്ന കുറേ മിസ്റ്റേക്സ് കാര്യങ്ങൾ. ഒരു സ്ക്രിപ്റ്റിൽ 100% ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല കൊമേഴ്സ്യൽ സിനിമ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അമലിൻ്റെ റൈറ്റിംഗ് അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതൊരു ശരിക്കും പറഞ്ഞ ഇതൊരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനേ പറ്റില്ല. എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ്, ഇൻക്ലൂഡിങ് ഷാജുവേട്ടൻ കഥ കേൾക്കാൻ വന്ന ഷാജുവേട്ടൻ വരെ എനിക്കൊരു സീന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സീന് വേണം, ശരി എന്നാൽ ഷാജുവേട്ടന് വേണ്ടി ഇങ്ങനൊരു സീന്. അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ നിന്റെ എനിക്ക് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. നീ പറയാത്തോണ്ട് നിന്റെ 2 സീൻ പോയി. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ. അപ്പൊ ഞാനും അമലും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ ബിഗ് സിനിമയൊന്നും അല്ല, ഒരു ചെറിയ സിനിമ. അപ്പൊ പ്രൊഡ്യൂസർ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്യാം, എല്ലാവരും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യും, ആരും മോശം പറയാത്തൊരു സിനിമ ചെയ്യാം എന്നൊരു ഉറപ്പ് മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ട് മോശം പറയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. കാരണം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയത് ഈ സിനിമയുടെ വിജയം കണ്ടപ്പോഴാണ്. അപ്പോൾ ഇതിന് പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അത് ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. നന്ദി. നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇത് തുടങ്ങി, ദൈവം സഹായിച്ച് നല്ലപോലെ ആൻഡ്രോ ചേട്ടനെ പോലെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിനെടുത്തു. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി. അത് ജനങ്ങളതുപോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ. ആ സന്തോഷത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വിളിച്ചത്. നമ്മുടെ പടത്തിൻ്റെ വേൾഡ് വൈഡ് റൈറ്റ്സ്, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമിത് ട്രൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സമിത് ട്രൂത്താണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരിവിടെ ഉണ്ട്. ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ ഇവരായ സമിത് ട്രൂപ്പാണ് അത് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ്. അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു, നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ് പി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മൾ ലൂസിഫർ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ ഒരുപാട് ആവേശം, ഇപ്പോൾ നമ്മുടെ കിഷ്കിന്ധകാണ്ഡം അവർ എടുത്തിരിക്കുന്നു. അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ അതെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം, നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. അത് ഡയറക്ടർ പറയും. അതായത് ഇപ്പോൾ ഈ സിനിമ എത്ര പേര് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ പടം കാണുമ്പോൾ അതിൻ്റെ ടൈലൻഡിൽ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു സീക്വലിനോട് ലീഡ് ഇട്ടിട്ടാണ് പടം നിർത്തുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ പടം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അത് ഉടനെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ സീക്വലിൽ ശരിക്കും പറഞ്ഞാൽ ടൈലൻഡിൽ വന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ നരേൻ ബ്രോയുടെ ക്യാരക്ടറാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ എൻട്രിയും പ്രസൻസും അല്ലെങ്കിൽ ആ വരവും ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു എനർജി തന്നൊരു പരിപാടിയായിരുന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന്. അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച് എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇന്നലെയായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം. അപ്പോൾ അത് ഒഫീഷ്യലി നമുക്ക് ഇവിടെ അനൗൺസ് ചെയ്യാനാണ്. അപ്പോൾ ഗുമസ്തൻ 2 എന്തായാലും ഉടനെ നമ്മൾ തുടങ്ങാനുള്ളൊരു പരിപാടി, ഒരു തീരുമാനമുണ്ട്. ബാക്കി എന്തായാലും ജയ്സറിനെ കൊടുക്കാം. ജയ്സറിനെ പറയും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുമസ്തൻ 2 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിപ്പോൾ മെയിൻലി നമ്മളിവിടെ കൂടിയത്.